ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക, ഇന്ന് 9 മണി മുതൽ നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ ബി ഹൗസിലെ വിശേഷങ്ങളെല്ലാം കണ്ടു. ലാലേട്ടൻ വന്നു. എനിക്ക് എടുത്തു പറയാൻ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കോസ്റ്റ്യൂമായിരുന്നു. അതുപോലെ ബി ഹൗസിലെ ഓരോ വ്യക്തികളും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്താണ് എല്ലാവരും. നമ്മൾ പഴയ ബിഗ് ബോസ് എങ്ങനെ കാണുന്നു ആ ഒരു രീതി തന്നെയാണ് എല്ലാവരും ഇരുന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയാച്ചാൽ ഈ അപ്പാനി ശരത്ത് കുറച്ചൊന്ന് ഓവറാവാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ ലാലേട്ടൻ ക്ലിപ്പിട്ട് അതുകൊണ്ട് പുള്ളി വായ അടച്ചിരുന്നു. പിന്നെ രണ്ടാമത് ഓരോ വ്യക്തികൾ ഓരോ പേരിട്ടതിന് നമ്മുടെ അക്ബർ ഖാൻ നമ്മുടെ രേണുവിന് പേരിട്ടതിന് അതിനെക്കുറിച്ചും സംസാരിച്ചു. പക്ഷെ അത് കൂടുതൽ എഫക്റ്റ് ആവുന്ന രീതിയിലല്ല. ഒരാഴ്ചത്തേക്കുള്ള ഈ പുള്ളി രേണു തിരിച്ച് മാപ്പ് കൊടുത്ത മാതിരിയാണ് അതുവരെ. അതില്ലെങ്കിൽ അതിനടുത്ത പണി അക്ബറിന് കിട്ടുന്ന രീതി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ വ്യക്തികൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അതുപോലെ നമ്മൾ കണ്ടാണ് നെവിൻ അവിടുന്ന് അടിച്ചു മാറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ശരിക്കും അതൊരു ഫണ്ണായിട്ട് തന്നെ തോന്നി കേട്ടോ. ശരിക്കും ഈ ഒരു 1 വീക്കിൽ നമ്മൾ ബിഗ് ബോസ് കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫൺ ഇല്ലെങ്കിൽ നമുക്കൊരു കാണാനൊരു ഇമ്പം തോന്നിയത് ആ വ്യക്തി ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ പറയാൻ കേട്ടോ. കാരണം പുള്ളിയുടെ ആ ഒരു തമാശയും കാര്യങ്ങളും അത് അടിച്ചു മാറ്റി മുതലുള്ള പുള്ളിയുടെ ഒരു ആക്ഷനും പുള്ളി യഥാർത്ഥത്തിൽ പറയുന്നുണ്ട് അത് അവൻ തന്നെയാണ് കള്ളനെന്ന് എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഉള്ളവർക്കത് മനസ്സിലായില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഈ ഒരാഴ്ച നമ്മൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഒരു നമ്മളിപ്പോൾ കണ്ട ശനിയാഴ്ച രാത്രി വരെ അവിടെ ഗെയിം കളിച്ചതായിട്ട് എനിക്ക് ഫീല് അങ്ങനെ ഈ നെവിൻ എന്ന് പറയുന്നൊരു വ്യക്തി ഗെയിം കളിച്ചതായിട്ടൊരു ഫീൽ എനിക്ക് തോന്നിയുള്ളൂ. കാരണം കള്ളത്തരങ്ങൾ കാണിക്കുകയും പിന്നെ നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്ത് പുള്ളി മാത്രമാണ്. പിന്നെ ബാക്കി എല്ലാവരും വന്ന് എന്തിനോ തുടക്കം മുതൽ അവിടെ ഒരു വഴക്ക് എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു രീതിയാണ് അവരവിടുത്തെ ഗെയിമായിട്ട് കണ്ടത്. തൊടുന്നതിനും പിടിക്കുന്നതിനും ഈവൻ തുമ്മിയാലും അതെന്തിനായാലും അവിടെ ഒരു വഴക്ക് തന്നെ എന്നുള്ള കാര്യം പറയാം. പിന്നെ എനിക്ക് എടുത്ത് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പറയാനാണെങ്കിൽ നമ്മുടെ അനുമോളെ തന്നെ പറയണം. കാരണം പുള്ളിക്കാരി ഒരു ആർട്ടിസ്റ്റാണ്, പുള്ളിക്കാരിക്ക് നല്ലൊരു അവാർഡ് കിട്ടിയതൊക്കെയാണ്. പക്ഷെ അവിടെ പല പ്രശ്നങ്ങളും കണ്ടിട്ട് പുള്ളിക്കാരി പിന്നീട് പറയുന്ന പുള്ളിയുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് പുള്ളിക്കാരിക്ക് ആവശ്യമുള്ളപ്പോൾ അത് പുറത്തിറക്കുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തു. അതിപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് അത് പറഞ്ഞിട്ടുമില്ല, അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. നമുക്ക് നാളെ പ്രതീക്ഷിക്കാൻ ലാലേട്ട് അത് പറയുമായിരിക്കുമെന്ന്. കാരണം ഇന്നത്തെ ആ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ആ ഒരു ഫസ്റ്റ് ഡേയിൽ ആ ഒരു നമ്മളുടെ ജെസിലിൻ്റെ ആ ഒരു ഇന്നർവെയറിൻ്റെ ഇഷ്യൂസ് വന്ന സമയത്ത് പുള്ളിക്കാരിക്ക് ഇത് അറിഞ്ഞിട്ട് ഇത് ലേഡിയുടെ ആണെന്നറിഞ്ഞിട്ട് പോലും പുള്ളിക്കാരി അതിനൊരു മുൻകരുതൽ എടുത്ത് ഇവന്മാരൊപ്പം നിന്ന്, അല്ലെങ്കിൽ ഇവന്മാർ അതിനുവേണ്ടി ഷൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് തെറ്റാന്ന് പറയുകയോ ഒന്നും ചെയ്യുക, അവരൊപ്പം ചിരിച്ച് കളിച്ച് നിന്ന് അവളുടേതല്ല എന്ന് പറഞ്ഞൊരു ഡ്രാമ കളിച്ച് അവിടെ നിൽക്കുകയും പിന്നെ നെവിനാണ് ചെന്ന് നമ്മുടെ ആ പുള്ളിക്കാരോട് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരുടെ വരിയൊക്കെ ചെയ്തത്. പിന്നെ അതിന് മറ്റേ KP ശാരിക അല്ലല്ലോ ശാരിക അതിനെ എതിർക്കാനും ഒക്കെ നിന്നിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങ് ഒരുമാതിരി ആസ്വദിച്ചങ്ങ് പോയി. പിന്നെ അവിടെ എനിക്ക് പിന്നെ അപ്പാനി ശരത്ത് ഇങ്ങനെ എല്ലാവരും മുമ്പിൽ ഇങ്ങനെ കുഴിക്കാല് കൊട്ടുന്ന പുള്ളിയുടെ ആ ഒരു രീതി സംസാരമൊന്നും തീരെ പിടിക്കാതെ ആ ഒരു വീക്കെൻഡ് തന്നെയാണെന്ന് പറയാം. പ്രത്യേകിച്ച് ഈ ഒരു വീക്കെൻഡിൽ അവർക്ക് വലിയ ടാസ്കോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. നോർമലായിട്ട് തന്നെ നമ്മൾ ചെറിയ കുട്ടികൾ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു 7ൻ്റെ പണിയെന്നും പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ടാസ്ക് മുതൽ തുടങ്ങിയത് നമ്മളിപ്പോൾ കണ്ടിരുന്നു. അല്ലാതെ ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ഈ ശനിയാഴ്ച എന്ന് പറയുന്ന ദിവസം ഞാൻ മോർണിംഗ് മുതൽ കണ്ടു. അവർക്ക് ഒരു കാര്യങ്ങളും അവിടെ ഇല്ലായിരുന്നു. അവർക്ക് ടാസ്ക് എന്ന് പറയുന്ന സമയത്താണ് അവരിങ്ങനെ ഗെയിം കളിക്കുന്ന മാതിരി ചുമ്മാ അങ്ങ് തൊട്ടേനും പിടിക്കുന്നതിനൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാകും. ഈ ബിഗ് ബോസ് ഹൗസ് പറഞ്ഞാൽ ഓരോ വ്യക്തികളും ഓരോ രീതിയിൽ കണ്ടൻറ് ഉണ്ടാക്കാനാണ് അവിടെ ശ്രമിക്കുന്നത്. പക്ഷേ ഇവർ നമ്മുടെ മുമ്പിൽ ഒരു കണ്ടൻറ്റായിട്ട് വരിക, അല്ലെങ്കിൽ ഇവരാണ് അവിടെ കളിച്ച് നിൽക്കുന്നതെന്ന് കാണിക്കാനും സംസാരിക്കാനും കാണിക്കുന്നൊരു ഊർജിത മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല അവിടെ ആരും ഇതിനു വേണ്ടി അങ്ങ് പരിശ്രമിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. പല ആൾക്കാരും ഈ ഒരാളൊരു എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തെ തൂങ്ങി പിടിച്ച് ബാക്കി ഇത്രയും പേര് അതിൽ ചെന്ന് കയറി നിന്ന് കളിക്കുന്ന മാതിരി ഒരു ഫീൽ തന്നെയാണ് എന്തായാലും പറയാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് നാളെയെങ്കിലും മൺഡേ മുതൽ ലൈവിൽ അറിയാം നമുക്ക് ഇനി എന്തൊക്കെയാണ് അടുത്ത കളികളും അടുത്ത കാര്യങ്ങളും എന്നൊക്കെ നമുക്ക് ഓരോരുത്തർ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നാളെ ഏതോ ഒരു വ്യക്തി പുറത്ത് പോകുന്നുണ്ട്, ബി ഹൗസിനുള്ളിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട്, പുതിയൊരു വ്യക്തിയും വരുന്നുണ്ട്. അപ്പം പുതിയ ആ ഒരു വ്യക്തി വരുന്നതോടെ അവിടുത്തെ കുറച്ച് കള്ളത്തരമൊക്കെ ഒന്ന് മാറും എന്നാണ് പറയുന്നത്. അതുപോലെ രേണുവിന് വലിയൊരു കള്ളത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ട് രേണു മറ്റേ ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടിൽ വരുന്നു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പ്രചരിപ്പിച്ചതും. അപ്പോൾ അന്നൊക്കെ അത് കണ്ടപ്പോൾ ഞാനും മനസ്സിലാക്കി ഇതെങ്ങനെ ഇവരകത്തല്ലേ, പിന്നെ എങ്ങനെയാണ് അവർ ഇതെങ്ങനെ മനസ്സിലാക്കി എന്നുള്ള രീതിയിൽ
അത് നമുക്കും അത് തീർച്ചയായിട്ടും അതൊരു മോശം കാര്യം തന്നെയായിരുന്നു. ഇത്രയും ആൾക്കാർ ഇത് ഇത്രയും വലിയൊരു ഷോ നടക്കുന്ന സമയത്ത് ആ ഒരു തെറ്റ് ചെയ്തത് ഭയങ്കര മോശം തന്നെയാണ്. പിന്നെ അതുപോലെ ആര്യൻ്റെ ഒരു ഫാൻ പേജ് ഇറങ്ങിയും അതിൽ തുടർന്ന് അതിൽ മെസ്സേജ് അയക്കുന്ന എല്ലാ വ്യക്തികളെയും മോശം രീതിയിൽ ആര്യൻ്റെ ഫാൻ പേജ് നോക്കുന്ന ആൾക്കാർ സംസാരിക്കുകയും പലതും ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് അവർ പറയുന്നുണ്ട് അത് സ്ത്രീകളാണെന്ന്, ഒരിക്കലും അല്ല. സ്ത്രീകളെന്ന് പറയുന്നതിന് തന്നെ ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ചെന്നൊരു കേസ് കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് പൂട്ടാൻ പല കാര്യങ്ങളാണ്. ഒരാണുങ്ങളാണ്, പക്ഷെ അവർ തന്നെ പറയുന്നുണ്ട് അത് ഞങ്ങൾ ആണുങ്ങളല്ല, ഞങ്ങൾ ഡി ആണെന്ന്. എന്നിട്ട് അതിൻ്റെ അർത്ഥം ശരിക്കും ആ ആണുങ്ങൾ തന്നെയാണ് ആ പേജ് നോക്കുന്നത് തന്നെയാണ്, 100% ഉറപ്പാണ്. അത് അവൻ്റെ ഒരു ഗ്യാങ് ഉണ്ട്. കാരണം ആര് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഈ ഫാൻ പേജൊക്കെ ഉണ്ടാക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അത് ഒരിക്കലും നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുന്ന മാതിരി ആവരുത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നാട്ടുകാർക്ക് അഭിപ്രായം പറയാനുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. അവിടെ ആര്യനെന്നോ ഇല്ലെങ്കിൽ അപ്പാനി ശരത്തെന്നോ ഇല്ലെങ്കിൽ ഷാനവാസെന്നോ അങ്ങനെയൊന്നും ഒരു നിയമങ്ങളില്ല. നമുക്ക് അവർ കളിക്കുന്ന ആരാണ് തെറ്റെന്ന് തോന്നുന്നു അത് നമുക്ക് തീർച്ചയായിട്ടും പറയാനുള്ള ഒരു ഷോ തന്നെയാണ്. ഇപ്പം അവർ തെറ്റ് കാണിച്ചാൽ നമുക്ക് തെറ്റ് ഞൂടി തന്നെ കാണിക്കാം. ഇപ്പം ഈ ഒരു 23 വയസ്സുള്ള പയ്യനാണ് ഈ ആര്യൻ എന്ന് പറയുന്നത്. അവൻ്റെ പക്വതക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കപ്പ് ഇപ്പം ഈ വന്ന കക്ഷികളിൽ ആരും കപ്പ് മേടിച്ചുകൊണ്ട് പോകുമെന്നുള്ളൊരു ഉറപ്പില്ല അവരുടെ കളി കണ്ടിട്ട്. പിന്നെ അടുത്ത പറയാൻ നമ്മുടെ രേണുസുതിയാണ്. രേണുസുതിയും ആ ഒരു രീതിയിൽ ഇങ്ങനെ പറയാം തട്ടിയും മുട്ടിയും പോകുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ പിന്നെ ആർജെ മിൻസിയുടെ കാര്യം ആ പുള്ളിക്കാരി ഒന്ന് ബാക്കിലോട്ടാന്ന് പറഞ്ഞ സമയത്ത് പുള്ളിക്കാരി ചുമ്മാതെ ഈ റേഡിയോ പോലെ ചുമ്മാ സംസാരിക്കുകയാണ്. കാരണം പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് അവിടെ എല്ലാ ആൾക്കാരും അടി കൂടുമ്പം വീട്ടിലിരിക്കുന്ന ആൾക്കാരെയാണ് പറഞ്ഞ് കളിക്കുന്നത്. അതൊരു മോശം കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തു? ഇവർ ഈ ഒരു ഗെയിമിന് പോകുന്നു, കളിക്കുന്നു. പക്ഷെ നേരെ ഒറ്റയടിക്ക് ഇവർ പറയുന്നത് നിൻ്റെ വീട്ടിലുള്ളവരെ പറ, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ളവരെ വിളിക്കുക എന്നുള്ള രീതിയിലാണ്. അതൊരു മോശം ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു 1 വീക്ക് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇന്ന് ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പുള്ളവരെ നമ്മൾ BB ഹൗസിൽ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അത് വീട്ടുകാരെ വിളിച്ച് പറഞ്ഞ് കളിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു പ്രവണത തന്നെയാണ്. അത് ആരായാലും ശരിയല്ല. ഈവൻ ബിൻസി പല പ്രാവശ്യങ്ങളും പലതും സംസാരിച്ചിട്ട് എടാ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് ബിൻസിയുടെ വായിൽ തന്നെ വീഴുന്നതാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവരെ പറയും, ഇല്ലെങ്കിൽ അങ്ങനെ പറയും ഇങ്ങനെ പറയും. ഒരാളിപ്പോൾ ഒരു എടീന്ന് വിളിച്ചെന്ന് വെച്ചാൽ വീട്ടിലുള്ളവരെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിലിപ്പോൾ അയാളുടെ പെങ്ങളെ പോലെ കണ്ടിട്ടായിരിക്കും അയാൾ എടീന്ന് വിളിച്ചതോ, ഇല്ലെങ്കിൽ ഇവളും തിരിച്ച് വിളിച്ചിട്ടുണ്ട്, അതൊന്നും കണക്കല്ല. പുള്ളിക്കാരി അവിടെ നിന്ന് ഇങ്ങനെ ഡ്രാമ കളിച്ച് ഇല്ലെങ്കിൽ ഒച്ച വെച്ച് ബഹളം വെച്ചിട്ട് എവിടെയെങ്കിലും കയറിപ്പോണമെന്നുള്ള രീതി നിൽക്കുന്നതാണ്. പിന്നെ ഈ ഗെയിമിലൊന്നും പുള്ളിക്കാരി ജയിച്ച് കണ്ടതായിട്ട് എവിടെയില്ല, എവിടെ ഒന്നും നേടിയിട്ടുമില്ല. ആ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അടുത്താണെങ്കിൽ ആ ചെറിയ പെങ്കൊച്ച്, അത് നൂറ ഫാത്തിമ, അത് ഒരു എന്താ പറയുക, നമ്മൾ പറയും ഈ ചെറിയ കുട്ടികൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരു കുട്ടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പൊട്ടത്തരങ്ങൾ മാത്രം വിളിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അതിന് ആ ഒരു സൈഡിൽ പിന്നെ അവർക്ക് കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഈ ക്യാപ്റ്റൻ ഇപ്പം അടുത്ത ഷാനവാസാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത്. ആ ഒരു മേഖലയിൽ പുള്ളിക്കാരിക്ക് ഒന്ന് പരീക്ഷണമായിട്ട് കൊടുക്കുക. അതോടെ ആ അസുഖം മാറിക്കോളൂ. ഉള്ളത് പറയാമല്ലോ, കുക്കിങ്ങിൻ്റെ ആ ഒരു കാര്യം അതോടെ മാറിക്കോളും. പുതിയ ഐറ്റം പരീക്ഷിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നത്. അതങ്ങനെ ചെയ്ത് അതങ്ങ് മാറിക്കോളും. പിന്നെ അതിൽ എന്താ പറയുക, അതിൽ ഇപ്പം ഈ കിച്ചണിൽ നിന്ന 4 പേരും ഈ കുക്ക് ചെയ്യാനായിട്ട് വേണ്ടി മാത്രം വന്നതവരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ 4 പേരും പ്രത്യേക തരത്തിലുള്ള ഒരു ഗെയിമോ കാര്യങ്ങളോ കളിക്കുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കിച്ചണിലെ ഗെയിം അവർ നല്ല വൃത്തിയാണ് കളിക്കുന്നുണ്ട്, അതൊക്കെ. അതല്ല ഡോക്ടർ ആയാലും എല്ലാവരും കിച്ചണിൽ. പിന്നെ നമ്മുടെ ബെന്നി ഡോക്ടർ കുറച്ചൊക്കെ ഒരു ആക്റ്റീവാണ്. എന്നാലും എവിടെയൊക്കെ ഒരു ചെറിയ കുഴിക്കാല് കുത്തു വെട്ടലുണ്ട് എന്ന് എനിക്ക് അതിൽ മനസ്സിലായി. പിന്നെ എടുത്ത് പറയാൻ നമ്മുടെ ഇപ്പോൾ ഇവിടുന്ന് വന്ന നമ്മുടെ ബോംബെയിൽ നിന്ന് വന്ന കുട്ടി ജസിലിൻ്റെ കാര്യം പറയാം. ജസിൽ സൂക്ഷിച്ച് കളിച്ച നല്ലൊരു ഗെയിമറാവാൻ നല്ല രീതിയുണ്ട്. ജസിലിന് ഈ ഭാഷയുടെ ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം പുള്ളിക്കാരി ഇങ്ങനെ എന്താ പറയുക, പല ആൾക്കാർ പറയുന്നതും അതൊക്കെ ഒരു മൈൻഡിൽ കണ്ടിട്ട് പിന്നെ ഈ പുള്ളിക്കാരി ചില ആൾക്കാരോട് കൂടുതൽ അങ്ങോട്ട് ക്ലോസ് ആവുന്ന മാതിരി ഫീൽ ചെയ്ത് അത് ആ പുള്ളിക്കാരിക്ക് തന്നെ ആവത്ത. ഇവന്മാരാരും ശരിയല്ല, ഇവന്മാരെല്ലാം കുഴികാല് വെട്ടുന്ന സാധനങ്ങളാണ്. ഒറ്റയ്ക്ക് വന്നാൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ട് പോകണം, അതാണ് അതിൻ്റെ ഒരു കറക്റ്റും മൈൻഡും. പിന്നെ എനിക്ക് എനിക്ക് ഏറ്റവും അവിടെ ഒരു എന്താ പറയുക, ഒരു വേസ്റ്റായിട്ട് തോന്നിയത് നമ്മുടെ മുൻഷി രഞ്ജിത്ത്
ആ വ്യക്തി അതിനകത്ത് വന്ന് കളിക്കേണ്ട ഒരു പുള്ളിയെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, ഉള്ള സത്യം പറയാമല്ലോ. പുള്ളിക്ക് ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് ചുമ്മാ ചെന്നിരുന്ന ഒരു വലിയൊരു തറവാട്ടിലെ തറവാട്ട് അച്ഛൻ പോലെ ഇരുന്ന് സംസാരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയാനല്ലാതെ പുള്ളിയെ കൊണ്ടൊരു ഗെയിം കളിക്കാൻ പറ്റുമെന്നോ ഇല്ല, അതൊന്നും പുള്ളിയെ കൊണ്ട് ആവതില്ല. പുള്ളിക്ക് ഈ പെൻഷൻ പറ്റി വീട്ടിലിരിക്കേണ്ട പ്രായത്തിൽ വന്ന് ഈ പിള്ളേരോട് ചെന്ന് കളിക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ലെന്ന് തന്നെ പറയാം, സീരിയസ്ലി പറയാം. പിന്നെ അടുത്തത് ഷാനവാസ് നല്ല രീതിയിൽ ഗെയിം കളിച്ച് വന്നാൽ അങ്ങോട്ട് രക്ഷപ്പെടാം. പക്ഷേ ഇങ്ങനെ കുഴുകാലം കുത്തുന്ന ഒരു ഷാനവാസിന് ആ ക്യാരക്ടറുണ്ട്, അതും ഒരു മോശം ചിന്താഗതിയാണ്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ ഒറ്റയ്ക്ക് നിന്ന് രക്ഷപ്പെടുക, വേറെയുള്ളവരെ കൂട്ടാതിരിക്കുക, അത് ചെയ്യുക. പക്ഷേ ഷാനവാസ് അത് ചെയ്തില്ല, അവിടെ ഇവിടെ നിന്നൊക്കെ പറയുന്നുണ്ട്. അതിലേറ്റവും മോശം അക്ബറും ഈ അപ്പാനി ശരത്തുമാണ്. അയ്യോ അയ്യോ അയ്യോ, ഇവരെ രണ്ടുപേരും കടത്തി വെട്ടാൻ വേറെ ആൾക്കാർ, ഇവരാരും അറിയുന്നില്ല. ഇവിടുത്തെ എല്ലാ ക്യാമറകളും അവിടെ മൊത്തം എന്ത് നടന്നാലും അതേപടി ഒപ്പിയെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവർ ചിന്തിക്കാതാണ്. അതിന് ചില ആൾക്കാരുണ്ട്, ചില സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് പുറത്തോട്ട് വരുന്നില്ല. അത് അവർ തമ്മിൽ അവിടെ സംസാരമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അത് ബിഗ് ബോസ് ഹൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി. ആ ഒരു കാര്യം BB ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഇവർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, പക്ഷേ BB ഹൗസിനുള്ളിൽ കേൾക്കാം. നമുക്ക് പ്രേക്ഷകർ മുമ്പ് ലൈവായിട്ട് വരുമ്പോൾ ആ ഒരു സംസാരം അവർ കേൾപ്പിക്കുന്നില്ല. അവിടെ എന്തോ ഒരു ചെറിയ കളി നടക്കുന്ന മാതിരി എനിക്കൊരു ഫീലായി BB ഹൗസിനകത്തുള്ള ബിഗ് ബോസും ഇവരും തമ്മിൽ. കാരണം ചില സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ അത് നമ്മളെ മുമ്പിലോട്ട് എത്താതിരിക്കാൻ കഴിവതും BB ഹൗസിലുള്ള ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട് ചില വാക്കുകൾ. കാരണം ഇവർ നല്ല തെറികളോടെ സംസാരിക്കുന്നുണ്ട്, അവിടെ എല്ലാം ഇതങ്ങ് മാറ്റുകയാണ്, പിന്നെ അത് കട്ട് ചെയ്ത് കളയാതാണ്. നമ്മളിത് അറിയുമല്ലോ ഇവരെന്താ സംസാരിച്ചതെന്ന്. അതൊരു ഗെയിം പ്ലാനായിട്ട് തന്നെ നമ്മുടെ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ഒരു പൊട്ടരാക്കുന്ന രീതിയിൽ എനിക്ക് ചെറിയ മിസ്റ്റേക്കുകളാണത് ബിഗ് ബോസിൻ്റെ വശത്ത് നിന്നും ഉണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ്, അതിനകത്തുള്ള ആൾക്കാരെ ഹേറ്റേഴ്സ് മേടിച്ച് വെച്ചത് നമ്മുടെ അനീഷ് തറയിൽ തന്നെയാണ്. പുള്ളി അത്രയും മോശമായ രീതിയിൽ ആ പുള്ളി പറയുന്ന ഒന്നും കേൾക്കാതെ ആ പുള്ളി എന്തൊരു മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് വരുന്ന മാതിരിയുള്ള രീതിയാണ്. പുള്ളി കളിക്കുന്നത് പുള്ളിയുടെ ഗെയിമാണ്, പുള്ളി ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ് അവിടെ ശ്രമിക്കുന്നത്. പുള്ളി അത് തന്നെയാണ് ചെയ്യുന്നത്, ആരെയും കൂട്ടുപിടിക്കാട്ടോ ഒന്നുമില്ല. പുള്ളിയുടെ ഗെയിം കളിക്കുന്നു. പുള്ളി ഒരു ചുമതല ഏറ്റപ്പോൾ പുള്ളി ആ രീതിയിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് പേഴ്സണൽ ബന്ധം വെച്ചിട്ട് ആരോടും പുള്ളി ഒരു കെയറിങ്ങും രീതിയിൽ അവിടെ സംസാരിക്കുന്നില്ല. എല്ലാവരും പുള്ളി ഒരുപോലെ തന്നെ കണ്ടിട്ടാണ് അവിടെ ഫൈറ്റും കാര്യങ്ങളും എല്ലാം അവിടെയുള്ള എല്ലാവരും പുള്ളിയോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ ആൾക്കാരും. പിന്നെയും എനിക്ക് തോന്നുന്നു ജസ്സിലാണ് പുള്ളിയോട് കൂടുതലും ഫൈറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തി എന്ന് എനിക്ക് ഫീലായത്. അതിന് വിവരവും ബുദ്ധിയുണ്ട് ആ പെൺകുട്ടിക്ക്. അതുകൊണ്ട് ആ പെൺകുട്ടികൾ ഈ വ്യക്തിയോട് കൂടുതൽ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാനും, ബാക്കി എല്ലാ വ്യക്തികളും ചെത്തല കടിക്ക് മാർക്കറ്റിൽ കിടന്ന് കുറേ പട്ടികൾ അടി കൂടുമല്ലോ, അതേമാതിരി ഇതുങ്ങളുടെ അടി കൂടുന്നുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അന്നേരം ഇതൊക്കെയാണ് ഈ വൺ വീക്കിൽ നടന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഇതിലൊന്നും നമുക്ക് ഈ പ്രേഷർ കണ്ടു വാ ഹാ എന്ന് പറയേണ്ട രീതിയിൽ ഒരു ടാസ്കും അവിടെ നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം BB ഹൗസിൽ. കാരണം ഈ മിഠായി പറക്കൽ, ഈ ഫസ്റ്റത്തെ കണ്ണ് കെട്ടി കളിക്കുന്നതൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതെന്താ ഈ ഉറിയടി, അതെല്ലാം നമ്മൾ ഇതിനു മുമ്പേ കണ്ടുള്ള. ഇവർക്ക് ഈ ഒരു 1 വീക്കിൽ കൊടുക്കേണ്ട ടാസ്ക് എന്ന് വെച്ചാൽ ഭയങ്കര കാഠിന്യം എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം ഇത്രയും ആറിപ്പോവില്ലായിരുന്നു. കാരണം ഇവരെ ഡ്രസ്സെല്ലാം മേടിച്ച് മോഹൻലാൽ സാറ് മറ്റേ പണിപ്പുരയിൽ വെച്ചിട്ടുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ പണിപ്പുരയിൽ ഇരുന്നാലും ഇവരിവിടെ കാണിച്ചു കൂട്ടുന്നത് ഇപ്പം ഈ 2 ദിവസം കൊണ്ടുള്ള ആഹാരത്തിനകത്ത് കുറച്ചങ്ങോട്ട് പ്രശ്നങ്ങളാണ്. അതിനുപോലെ നല്ലോണം ഭക്ഷണം കഴിച്ച് തന്നെയൊക്കെ ജീവിച്ച് ഈ ഒരു 1 വീക്കിൽ അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. പക്ഷേ ഈ ടാസ്ക് എന്താണ്, ഇന്നത്തെ ഒരു ദിവസം അവർക്ക് ഒരു കാര്യങ്ങളും കൊടുത്തിട്ടില്ല, ഒരു രീതി പോലും. ചുമ്മാ തിന്നിട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ള രീതി മാത്രമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഞാൻ കണ്ടത്. അപ്പം ഇന്നൊരു അടിയും ഇല്ലായിരുന്നു, വഴക്കും ഇല്ലായിരുന്നു, പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു ഇന്ന്. കാരണം ഇന്ന് അവർക്കറിയാം ബിഗ് ബോസ് ഒരു കാര്യങ്ങളും പുറത്ത് വിടത്തില്ല, ഇന്ന് ഇപ്പോൾ കണ്ടൻ്റായിട്ട് കിട്ടാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്ന് അറിഞ്ഞു വെച്ചിട്ട് തന്നെ എനിക്ക് തോന്നി ഇവരെല്ലാവരും പുറത്ത് വെച്ച് കണ്ടൊരു ഗ്യാങ് ആയിട്ട് ചേർന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിനെ പൊട്ടരാക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടോ, ഇത് കാണുന്ന സമയത്ത് ഒരു നിസ്സാര കാര്യത്തിനാണ് ഒരാൾ തുമ്പിൽ പിടിക്കും, ബാക്കി ഇത്രയും പേര് വന്ന് എറുമ്പ് കൂട്ട് നടക്കാൻ കൂട്ടും. പിന്നെ ആ ഒരു വ്യക്തിനെ ഇവരെത്രത്തോളം ഹറാസ്മെൻറ്റ് ചെയ്യുമോ അത്രത്തോളം ഹറാസ്മെൻറ്റ് ചെയ്യും, എന്തെല്ലാം പറയാവോ അത്രയും പറയും. കാരണം വീട്ടിലിരിക്കുന്നവരെ അല്ലാത്തവരെ ഇല്ലാത്തവരെ എല്ലാം നമ്മളിപ്പം ഏറ്റവും കൂടുതൽ അവിടെയുള്ള വ്യക്തികൾ അത്രയും നീചമായ ഭാഷകളും നീചമായ രീതികളും യൂസ് ചെയ്തത് നമ്മുടെ അനീഷ് തറയിൽ തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അയാളൊരു മനുഷ്യനാണെന്ന് പോലും
കാണാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ആ ബേബി ഹൗസിലുള്ള ഓരോ വ്യക്തികളും ഈ അനീഷിനോട് കാണിച്ചത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ 24/7 കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പുള്ളി വെച്ചാൽ ഒരു കാര്യം പറഞ്ഞത് പുള്ളി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പുള്ളിക്ക് ആ ഒരു പറച്ചിൽ തന്നെ ആ പുള്ളിയുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു മനുഷ്യനാണ്, ഒരു സഹനശക്തി എന്ന് പറഞ്ഞൊരു കാര്യം വേണം. കാരണം എല്ലാവരുടെയൊക്കെ ഒരു വളഞ്ഞിട്ട് ആക്രമിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര മോശപ്പെട്ട രീതിയാണ്. അതുപോലെ താറ്റുന്നത്, അയ്യോ എൻ്റെ പൊന്നു. ഈ അപ്പാനി ശരത്തൊക്കെ ചുമ്മാതിരുന്ന് അയാളുടെ കേസ് ആ സിനിമയിലെ സെയിം ക്യാരക്ടറാണ് അയാൾ കാണിച്ചത്, താറ്റൽ. ഞാൻ ചെയ്യട്ടെ, ഇപ്പം ഇയാൾ താറ്റാൻ ഇയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഇയാളുടെ അളിയനോ ഒന്നും അല്ല, ഭാര്യയുടെ ആങ്ങളെയോ അല്ലെങ്കിൽ അളിയനോ ഇല്ല ഇയാളുടെ ബ്രദറോ ഒന്നും അല്ലല്ലോ. ഇയാളെപ്പോലെ തന്നെ ഗെയിം കളിക്കാൻ വന്ന് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഈ അപ്പാനി ശരത്ത് വെറും മോശം രീതിയിൽ താറ്റിയത്. അതുപോലെ അനുമോളും ആ ഒരു പ്രവണത കാണിച്ചു. കാരണം അയാൾ ഇന്ന് മോർണിംഗ് ടാസിൽ അയാൾ ബാത്റൂമിൽ പോകാൻ അലോഡുണ്ട്, ഒരിക്കലും പല്ല് തേക്കാനോ മേക്കപ്പ് ചെയ്യാനോ ഒന്നും അലോഡല്ല. പക്ഷേ ഇതെല്ലാം അവിടെ നടന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ജയിലിൽ കിടക്കുന്ന വ്യക്തികൾ അതെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. മോർണിംഗ് ടാസിൽ നമ്മൾ കണ്ടതാണ്. പുള്ളി ഇങ്ങനെ പല്ല് വെച്ചെന്ന് പറഞ്ഞു നിങ്ങൾ ജയിലിൽ എന്ത് മോശം രീതിയിലാണ് നമ്മുടെ അനുമോൾ ആ വ്യക്തിയോട് സംസാരിച്ചതെന്നെല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം നമ്മൾ തന്നെ പ്രേക്ഷകർ ഇതെല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട്, വിധങ്ങൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം. അന്നേരം ഓരോ വ്യക്തികളും ഇതൊക്കെ അർഹരാണോ നമുക്ക് തന്നെ ചിന്തിക്കാവുന്നുള്ളൂ. ഈ ലെവൽ വന്ന് എത്തി നിൽക്കാൻ അർഹരാണോ? ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ ഈ ഒരു ഇതിൽ പറയാണ്, ഈ ഒരു ബിഗ് ബോസ് 7 ഇപ്പം വന്ന ഒരു മത്സരാർത്ഥിയും ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് കയറാൻ ഒരു യോഗ്യരും ഇല്ലാത്ത വ്യക്തികൾ തന്നെയാണ്. അത് 100% അടിച്ച് പറയാം. കാരണം എല്ലായിടത്തിൻ്റെയും കയ്യിലിരിക്കുന്ന അവിടെ ഗെയിം കളിക്കാനായിട്ടല്ല ഇവരാരും വന്നിരിക്കുന്നത്. ഇവർക്ക് കുറച്ച് ഫെയിം വേണം, 10 ആൾക്കാർ കാണണം. ഇവർ ബിഗ് ബോസ് ഹൗസിലെ 7 വിന്നർ എന്നുള്ളൊരു പേര് ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും ഇവർക്ക് വരണം. അതിനുവേണ്ടി മാത്രമാണ് ഇവർ വന്നിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ആ ഹൗസിനോട് ആത്മാർത്ഥത ഉണ്ടായിട്ടോ ഇല്ലെങ്കിൽ അവിടെ ഗെയിം കളിക്കാനോ ആത്മാർത്ഥത ഒന്നിനുമല്ല. ഇവർക്ക് ജീവിതകാലം മൊത്തം ആ ഒരു സീസൺ 7 ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരൊക്കെ നമ്മൾ പറയുന്നത് ജാസ്മിൻ സീസൺ 5 വ്യക്തിയാണ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അതുപോലൊരു സ്റ്റാറ്റസ് ഇവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. അല്ല ആത്മാർത്ഥതയോട് കളിച്ച് ഒരാളെങ്കിലും തോപ്പിച്ച് വിന്നറായി കയറി പോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ആ ഒരു ടാസ്കിൽ ഇവരത് കാണിച്ചേരുന്നു, കളി കണ്ട് നിന്നേനായിരുന്നു. പക്ഷെ അതിൽ ആ 4 പേരും അതിനായിട്ട് തയ്യാറായില്ല. അവർക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് ഇവിടെ ഉണ്ടാക്കണം. കാരണം ഇവരെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് നിന്നിട്ട് നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് വീക്കിൽ തന്നെ പുറത്ത് പോയാൽ നാണക്കേടാണ്. നമുക്ക് അടുത്ത വീക്കിലേക്ക് മാറ്റി ഇവരെല്ലാം കൂടെ ചേർന്ന് സംസാരിച്ച് ഒരു കളം വരയ്ക്കുന്ന ഒരു കളിക്കളം എല്ലാം നടക്കുന്ന മാതിരി ബിഗ് ബോസിനെ പൊട്ടനാക്കുന്ന മാതിരി എനിക്ക് ഫീലായി. ഉള്ള സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ നാളെ ലാലേട്ടൻ പറയുന്നുണ്ട് നാളെ ഒരാൾ ഈ വീടിന് പുറത്താണ്, പുതിയ ഒരാൾ അകത്താണെന്ന്. അത് സത്യമാണോ എന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഈ പുള്ളി പറയുന്ന മാത്രമേ അറിയത്തുള്ളൂ. ഇന്ന് കൊണ്ട് നമുക്ക് ആ റോബോട്ടിനെ കാണിച്ചു തന്നിട്ടും റോബോട്ടിന് പേരിടണമെങ്കിൽ നമുക്ക് പേരിടാമെന്ന് പറയാൻ ഞാനും ഒരു പേര് സജഷൻ ചെയ്ത് വിക്കി എന്നൊരു പേരിട്ടിട്ടുണ്ടും. എനിവേ അറിയില്ല ഏത് പേരാണ് പുള്ളിക്ക് വരാൻ പോണേന്ന്. പുള്ളി അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും, അത് 100% ഉറപ്പാണ്. പിന്നെ അതുപോലെ ഈ അനുമോൾ ഇന്ന് ജയിലിൽ വെച്ച് ലിപ്സ്റ്റിക് ഇട്ടത് മറ്റേ ആ ചെറുക്കൻ നിവിൻ കൊണ്ട് കൊടുക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. കാരണം ഇവർക്ക് ഇപ്പോഴും അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും അവർക്ക് അറിയില്ല ഗൈസ്. സീരിയസ്ലി പറയാം, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അവിടെയുള്ള ഒരു വ്യക്തികൾക്കും അറിയില്ല. അവർക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ ലിപ്സ്റ്റിക്കും ഇട്ട് ഫൗണ്ടേഷനും ഇതൊക്കെ ചെയ്ത് നല്ല ഡ്രസ്സ് ഇട്ട് അണിഞ്ഞ് നാട്ടുകാരെ കാണിക്കണം. അതിനുവേണ്ടിയുള്ള കൊളാബെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. അനുമോളും പറയുന്നുണ്ടായിരുന്നു ഞാൻ കുറേ കൊളാബിൻ്റെ ഡ്രസ്സും 200 ഡ്രസ്സും കണ്ടായിട്ടാണ് ആ 100 ദിവസത്തെ ഇവർ 200 ദിവസം തികച്ച് നിൽക്കുന്നത്. എന്ത് ഉറപ്പിലാണ് ഇവർ ഇത്രയും ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്? ഒന്ന് ആലോചിച്ച് നോക്കെ. ഈ കൊളാബ് കൊടുത്ത ആൾക്കാർ എത്രയും വെറും മണ്ടന്മാരായില്ലേ? ഇവർക്ക് കിട്ടുന്ന പൈസ ഇവർക്ക് കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. അത് നിങ്ങൾ ചിന്തിക്കുക. ഈ കൊളാബ് കൊടുക്കുന്ന ആൾക്കാർ എപ്പോഴും ചിന്തിക്കുക ഇത് നമ്മുടെ വേസ്റ്റ് മണിയാണ്. നമ്മുടെ പൈസയും നമ്മുടെ ഡ്രസ്സും കൊണ്ടുപോയി അവർ ഈ ഫാഷൻ ഷോ നടത്താൻ വേണ്ടി മാത്രം പോതെ. അതുകൊണ്ട് നമുക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ തുണി വിറ്റ് നമ്മൾ പുറത്താൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ തുണി പോകും. ഇല്ലെങ്കിൽ ഇത് വെറും വേസ്റ്റാണ്. അനുമോള്, മറ്റേ ശൈത്യ, അങ്ങനെ കുറേ വ്യക്തികളുണ്ട്. മറ്റേ മറ്റേ ഇൻ്റർവ്യൂ നടത്തി ഫേമസ് ആയൊരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി ആ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണ്. പുള്ളി ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തികളെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്നെല്ലാം പുള്ളി ഈ ഒരു കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ അനീഷ്
തറയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് സ്ക്രിപ്റ്റഡ് ആണ്. കാരണം പ്രൊഡ്യൂസറും പറയുന്ന രീതിയിലാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങളിങ്ങനെയൊക്കെ ചോദിക്കുമെന്ന്. പിന്നെ അന്നൊരു ഇവിടെ ഫേസിൽ വെള്ളം എന്തോ ഒഴിച്ചിട്ടുണ്ടോ, അത് ഇത്തിരി കൂടിപ്പോയി, കുറച്ച് ഒഴിക്കുമെന്നേ വിചാരിച്ചോളൂ എന്നൊക്കെ ഈ പുള്ളിക്കാരി പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. പിന്നെ ഈ ഡ്രാമയാണ്, ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ. അന്നേരം ഇവർക്കൊക്കെ വേണ്ട ഫെയിം തന്നെയാണ്, അല്ല വേറെ ഒന്നുമല്ല. ഇൻസ്റ്റാഗ്രാമിലോ ഈവൻ യൂട്യൂബിലായാലും എവിടെ ആയാലും ഇവരെ പ്രൊഫൈൽ ഒരു സീസൺ 7 എന്നെഴുതിയ ഒരു ബിഗ് ബോസ് 7 എന്നെഴുതിയ ഒരു പ്രൊഫൈൽ, അതിനുവേണ്ടി മാത്രം വന്നതായിട്ട് കേസ് എനിക്ക് ഫീലായ. അന്ന് ഈ ഒരാഴ്ചത്തെ ഗെയിം കളി അതാണ് നടന്നത്. കുറേ വേസ്റ്റുകളെ കൊണ്ടുവന്ന് നിറച്ച് വെച്ചിരിക്കുന്നു ബിഗ് ബോസ് 7 എന്ന് തന്നെ പറയാം. പക്ക വേസ്റ്റ്, സീരിയസ്ലി പറയാം. അല്ലാതെ ഇത് ഇവർ നല്ലവരാണെന്നല്ലേ നല്ല രീതിയിൽ കളിക്കുന്നവരാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പക്ക വേസ്റ്റ് ബോക്സാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് പറയാം. ഇത്രയാണ് കേസ് പറയാനുള്ള. ഭാരത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.